ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്. 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്, ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്ന് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് 2-3 തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റുന്ന രീതിയിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയും വന്നിട്ടുണ്ട്, മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.